എല്ലാ മോർണിംഗും മില്യൺസ് ഓഫ് ആൾക്കാരാണ് ഉറക്കം എണീക്കുന്നത്. ബട്ട് അതിൽ എത്ര ആളുകളാണ് അവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നല്ല എക്സൈറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ, വാട്ട് ആം ഐ റിയലി മെന്റ് ടു ഡു ഇൻ ദിസ് ലൈഫ് എന്ന്? ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഹൈ പേയിങ് ജോബ് ഉണ്ടായിരിക്കാം, പക്ഷെ ജോലി കഴിഞ്ഞ് വീടെത്തുമ്പോൾ തന്നെ ഒരു നേരമാവുന്നു, ഓഫീസിലെ സ്ട്രെസ്സും പ്രഷറും ഒക്കെ താങ്ങാനായിട്ട് പറ്റുന്നില്ല, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വറി ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിൽ പാഷനേറ്റ് ആയിരിക്കാം, പക്ഷെ അത് കരിയർ പാത്തായിട്ട് ചൂസ് ചെയ്താൽ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, സക്സസ് ഉണ്ടാകുമോ എന്ന ഡൗട്ട് അടിച്ചിരിക്കുന്നവരും ഉണ്ടാകാം. വീട്ടിലെ പാരന്റ്സിന്റെ പ്രഷർ, സൊസൈറ്റിയുടെ പ്രഷറിലൊക്കെ പെട്ടിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യമില്ല, എല്ലാരും ഇതൊക്കെയല്ലേ ചെയ്യുന്നത് എന്ന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഡെയിലി റൂട്ടീനായി ഫോളോ ചെയ്ത് ഒരു മെക്കാനിക്കൽ ലൈഫ് നയിക്കുന്നവരും ഉണ്ടാകും. എന്തൊക്കെയാണേലും നല്ല ഒരു ലൈഫ് നയിക്കണം, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, ഹാപ്പി ആയിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ടും ജീവിക്കണം എന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ എന്താണ് എന്റെ പാഷൻ, എന്താണ് എന്റെ ലൈഫിന്റെ പേർപ്പസ് എന്ന് കണ്ടെത്തേണ്ട ഒരു മൊമെന്റ് വരുമ്പോൾ ഒരുപാട് പേരും കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇന്നത്തെ ഈ വീഡിയോ. നമ്മുടെ പേർപ്പസ് ഓഫ് ലിവിംഗ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്കിഗൈ എന്നൊരു ജാപ്പനീസ് കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ 5 പാർട്സ് ആണ് ഉണ്ടാവുക. പാർട്ട് 1 വാട്ട് ഈസ് ഇക്കിഗൈ, പാർട്ട് 2 ഇസ് വാട്ട് യു ആർ ഡൂയിങ് നൗ യുവർ ഇക്കിഗൈ, പാർട്ട് 3 ഡിസ്കവറിംഗ് യുവർ ഇക്കിഗൈ, പാർട്ട് 4 ഹൗ ടു ടാക്കിൾ ദ മണി പ്രോബ്ലം ആൻഡ് പാർട്ട് 5 മിത്സ് അബൌട്ട് ഫൈൻഡിങ് യുവർ ഇക്കിഗൈ. ഇതെല്ലാമാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ ഫുൾ മിസ്സാക്കാതെ ലാസ്റ്റ് വരെ കാണുക. എന്തെങ്കിലും രീതിയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു രീതിയിൽ ഇക്കിഗൈ കണ്ടെത്തുന്ന പ്രോസസ്സിന് വേണ്ടിയുള്ള വർക്ക് ഷീറ്റിന്റെ PDF ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പാർട്ട് 1 വാട്ട് ഈസ് ഇക്കിഗൈ. ഇക്കിഗൈ എന്നത് ഒരു ജാപ്പനീസ് വേർഡ് ആണ് വിച്ച് മീൻസ് എ റീസൺ ടു ലിവ്. ഇക്കിഗൈ എന്ന ബുക്കിലൂടെ ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി വായിച്ച് അറിഞ്ഞിട്ടുണ്ടാകും, എന്നാലും ഷോർട്ട് ആയിട്ട് വേഗം ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തന്നേക്കാം. ഇക്കിഗൈ ഈസ് എ റീസൺ ടു വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്. നമ്മുടെ ലൈഫിന് ഒരു സന്തോഷവും അർത്ഥവും ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ തരുന്നതാണ് ഈ ഇക്കിഗൈ. സിമ്പിൾ ആയി പറഞ്ഞാൽ വാട്ട് യു ലവ്, വാട്ട് യു ആർ ഗുഡ് അറ്റ്, വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ ആൻഡ് വാട്ട് ദ വേൾഡ് നീഡ്സ്, ഇതെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ ഇക്കിഗൈ. ഇപ്പോൾ നിങ്ങൾക്ക് ഇക്കിഗൈ എന്താണ് എന്ന് മനസ്സിലായി കാണും. ഇനി നിങ്ങൾ നിങ്ങളുടെ ഇക്കിഗൈ തന്നെയാണോ ലൈഫിൽ ഫോളോ ചെയ്യുന്നത് എന്ന് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. പാർട്ട് 2 ഇസ് വാട്ട് യു ആർ ഡൂയിങ് നൗ യുവർ ഇക്കിഗൈ. ലെറ്റ്സ് ഡു എ ക്വിക്ക് സെൽഫ് ചെക്ക്. ഇപ്പോഴുള്ള നിങ്ങളുടെ ജോലി ഓർ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇതിൽ റിഫ്ലക്ട് ചെയ്യേണ്ടത്. ഈ സെക്ഷനിലെ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഹോണസ്റ്റ് ആയിട്ട് തന്നെ കണ്ടെത്തുക. ജസ്റ്റ് യെസ് ഓർ നോ എന്ന് പറയുന്നതിന് പകരം റേറ്റിംഗ് ചെയ്യുക. 1 മുതൽ 5 വരെയുള്ള സ്കോർ ആണ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും നൽകേണ്ടത്. 1 ലീസ്റ്റ്, 5 ഹയസ്റ്റ് സ്കോറുമാണ്. ഇതിനുള്ള സ്പേസ് ഒക്കെ വർക്ക് ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡു യു ലവ് വാട്ട് യു ആർ ഡൂയിങ് റൈറ്റ് നൗ? ക്വസ്റ്റ്യൻ നമ്പർ 2, ആർ യു ഗുഡ് അറ്റ് ഇറ്റ്? ക്വസ്റ്റ്യൻ നമ്പർ 3, ആർ യു പെയ്ഡ് ഫോർ ഇറ്റ്? ക്വസ്റ്റ്യൻ നമ്പർ 4, is it contributing something positive to the world? സ്കോർസ് ഒക്കെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഈ 4 ക്വസ്റ്റ്യനും നിങ്ങൾ കൊടുത്ത സ്കോർ മിക്കതിലും 4ൽ കുറവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി ഓർ ഫോളോ ചെയ്യുന്ന പാത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഇക്കിഗൈയുമായിട്ട് അലൈൻഡ് ആയിരിക്കില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ഒരു അനാലിസിസ് ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ആൻസർ ചെയ്യാം. ഇഫ് യു ഡോണ്ട് ഹാവ് എനി ഫിനാൻഷ്യൽ സ്ട്രഗിൾ, ഫാമിലി കമ്മിറ്റ്മെന്റ്സ്, ഫാമിലി ഓർ സൊസൈറ്റി പ്രഷർ, ലൊക്കേഷൻ കൺസ്ട്രെയിൻസ്, വുഡ് യു സ്റ്റിൽ വാണ്ട് ടു ഡു ദിസ് എവറി ഡേ? അതായത് യാതൊരുവിധ കൺസ്ട്രെയിൻസും കമ്മിറ്റ്മെന്റ്സും ഇല്ല, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരു ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമോ? സാധാരണ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതിന് ഇങ്ങനെയുള്ള കുറച്ച് റീസൺസ് ഉണ്ടാവാം അല്ലേ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം യെസ് ആണെങ്കിലും ഓൾസോ ഇതിനു മുമ്പ് റേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ സ്കോർസ് 4 അതിൽ കൂടുതലാണെങ്കിലും ഇറ്റ് ഈസ് എ ഗുഡ് സൈൻ ദാറ്റ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഇക്കിഗൈ എന്താണെന്ന് കണ്ടെത്തി അതിലോട്ടുള്ള പാതയിൽ സഞ്ചരിക്കുന്നുണ്ടാവാം. കീപ് ഗോയിങ് ഇൻ ദാറ്റ് ഡയറക്ഷൻ, മൊമെന്റം ബിൽഡ് ചെയ്യുക, പ്രോഗ്രസ് ഉണ്ടാക്കുക, യു ആർ ഗുഡ്. ഇനി അതല്ല സ്കോറും 4ൽ താഴെയാണ്, അതിനുശേഷം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവും നോ എന്നാണെങ്കിൽ ഡോണ്ട് വറി, നിങ്ങളുടെ അവസ്ഥയിലുള്ള ഒരുപാട് പേരുണ്ട്. യു ആർ നോട്ട് ലോസ്റ്റ്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകേണ്ടതുണ്ട്. അതിൽ കുറച്ച് മൈൻഡ് എക്സസൈസ് ഒക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പാർട്ട് 3 ഡിസ്കവറിംഗ് യുവർ ഇക്കിഗൈ. വർക്ക്ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലോ ഓർ ജസ്റ്റ് ഒരു നോട്ട്ബുക്ക് എടുത്തിട്ടാണെങ്കിലും ഈ പാർട്ടിലെ എക്സസൈസ് ചെയ്യുക. പേജിനെ 4 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെക്ഷനിലും ഇനി പറയുന്ന 4 ക്വസ്റ്റ്യൻസ് എഴുതുക. എന്നിട്ട് അതിന്റെ ആൻസേഴ്സ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഫസ്റ്റ് സെക്ഷൻ, വാട്ട് ഡു യു ലവ് ഡൂയിങ്? നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഇഷ്ടം? നിങ്ങൾ
ശരിക്കും ജീവിച്ച മൊമെന്റ്സ്, അതായത് ദ മൊമെന്റ്സ് യു ഫെൽറ്റ് ട്രൂലി അലൈവ് ഒന്ന് ഓർത്ത് നോക്കുക. എന്നിട്ട് അതൊക്കെ ഈ സെക്ഷനിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എനർജി ബൂസ്റ്റ് ആകുന്നത്, ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല, ഈ കാര്യം ചെയ്യുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത്, ഞാൻ കുഞ്ഞുനാൾ മുതലേ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങള്, ഇങ്ങനെയുള്ള രീതിയിൽ പല ആംഗിളിൽ ആലോചിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. ഇവിടെ പിശുക്കൊന്നും കാണിക്കേണ്ട, ലിസ്റ്റ് വലുതായാലും ഒരു കുഴപ്പമില്ല, ഈവൻ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും എല്ലാം ഈ സെക്ഷനിൽ എഴുതുക. സെക്കൻഡ് സെക്ഷൻ, വാട്ട് ആർ യു ഗുഡ് അറ്റ്. ഈ സെക്ഷനിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ടാലന്റഡ് ഓർ സ്കിൽഡ് എന്ന് എഴുതുക. എനിക്ക് എടുത്തു പറയാനും മാത്രം പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ല എന്ന് പറയാതെ ഇനി പറയാൻ പോകുന്ന രീതിയിൽ ചിന്തിച്ചു നോക്കുക. ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഏത് കാര്യത്തിനായിട്ടാണ് മറ്റുള്ളവർ നിങ്ങളുടെ ഹെൽപ്പിന് അപ്രോച്ച് ചെയ്യാറുള്ളത്, നീ ഈ കാര്യം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് മറ്റുള്ളവർ നിങ്ങളെ പ്രേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. ഈ സെക്ഷനിൽ എഴുതുമ്പോൾ സ്കിൽസ് ഓർ ടാലന്റ്സ് എന്നൊക്കെ കേട്ടിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. സ്കിൽസ് എന്ന് പറയുമ്പോൾ പാടാൻ കഴിവുള്ളതോ സ്പോർട്സ്, മ്യൂസിക്, ഡാൻസ്, ആർട്സ് എന്നുള്ളത് മാത്രമല്ല, നന്നായി ഒരു കാര്യം അനലൈസ് ചെയ്യാൻ പറ്റുന്നത്, ഒരു കാര്യം നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്, നല്ലപോലെ ഒരു വിഷയത്തെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി സമ്മറൈസ് ചെയ്യാൻ പറ്റുന്നത്, നല്ലപോലെ എഴുതാൻ പറ്റുന്നത്, നല്ലപോലെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നത്, നല്ലപോലെ പ്ലാനിങ് ചെയ്യാൻ പറ്റുന്നത്, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലപോലെ ലിസൺ ചെയ്യാൻ പറ്റുന്നത്, പുതിയ ഐഡിയാസ് കൺവിൻസിംഗ് രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്, ഇതെല്ലാം സ്കിൽസ് ആണ്. ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ്. മനുഷ്യരുടെ സ്കിൽസ് എൻഡ്ലെസ് ആണ്. ഫുൾ ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചിട്ട് നിങ്ങൾക്ക് നാച്ചുറലായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. തേർഡ് സെക്ഷൻ, വാട്ട് ക്യാൻ യു ബി പെയ്ഡ് ഫോർ. ഫസ്റ്റ് രണ്ട് സെക്ഷനിലും നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാശ് സമ്പാദിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഒക്കെയാണ് ഇതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. അത് ചിലപ്പോൾ ഡിഫൈൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഓഫീസ് ജോബ്സ് ആവാം, ഓർ ഒരു ബിസിനസ് ചെയ്യുന്നതാവാം, ഓർ പാസീവായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓപ്ഷൻസ് ആവാം, ചിലപ്പോൾ മൾട്ടിപ്പിൾ സ്ട്രീംസിലൂടെ മണി ഉണ്ടാക്കുന്നതാകാം. ടേക്ക് യുവർ ടൈം ആൻഡ് അനലൈസ് ദ ഡിഫറെന്റ് ഓപ്ഷൻസ് ഫോർ ദിസ്. ഈ സെക്ഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ചോയ്സസ് ഉടനെ തന്നെ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യില്ലായിരിക്കാം. സ്റ്റിൽ ഇഫ് യു ഫൈൻഡ് എ വേ, അതൊക്കെ എഴുതുക. ചിലപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആവും. ഫോർത്ത് സെക്ഷൻ, വാട്ട് ഡസ് ദ വേൾഡ് നീഡ്. ഈ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ എന്നൊരു സംഭവം ഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലപോലെ സമ്പാദിച്ചാൽ മാത്രം പോരാ. അതിനോടൊപ്പം നമുക്ക് ചുറ്റുമുള്ള കമ്മ്യൂണിറ്റിക്ക് തിരിച്ച് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യുകയും വേണം. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ചെറിയൊരു ആക്ടിവിറ്റി മറ്റുള്ളവരുടെ ലൈഫിൽ നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവരുടെ ലൈഫ് ബെറ്റർ ആക്കുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് അതൊക്കെയാണ് ഈ സെക്ഷനിൽ എഴുതേണ്ടത്. ഈ ഗിവിംഗ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി നല്ലൊരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഈ 4 സെക്ഷനും ഒന്ന് ചേർത്ത് നോക്കുക. എന്തെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന്. ചില കാര്യങ്ങൾ ഈ 4 സെക്ഷനിലും റിപ്പീറ്റ് ആകുന്നുണ്ടാവും. അതൊക്കെ മാർക്ക് ചെയ്യുക. അവരൊക്കെയാണ് നിങ്ങളുടെ ഇക്കിഗയുടെ കാൻഡിഡേറ്റ്സ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം കാര്യങ്ങൾ കിട്ടിക്കാണും, ചിലപ്പോൾ ഒന്നുപോലും ക്ലിയർ ആയിട്ട് കണ്ടെത്താനും കഴിഞ്ഞു കാണില്ല. ഇൻ കേസ് ഒരു കാൻഡിഡേറ്റ് പോലും വന്നില്ലെങ്കിലും ഡോണ്ട് വെറി, റിലാക്സ്, ടേക്ക് യുവർ ടൈം. ഇക്കിഗ എന്നത് ഒറ്റ ഇരിപ്പിലിരുന്ന് കണ്ടെത്താൻ സാധിക്കണം എന്നില്ല. കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും ഇതൊക്കെ ഒന്നുകൂടി ചെയ്തു നോക്കുക. ബട്ട് ഈ വീഡിയോ ഫുൾ ആയിട്ട് മിസ്സാക്കാതെ കാണുക. ഇനിയുള്ള സെക്ഷനിൽ ആളുകൾ ഇക്കിഗ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിൽ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയാണ്, അതൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഡോണ്ട് മിസ് ദാറ്റ്. കമ്മിങ് ബാക്ക്, ഇനി ഒന്നോ അതിലധികമോ ഇക്കിഗ കാൻഡിഡേറ്റ്സ് കണ്ടുപിടിച്ചവര് നെക്സ്റ്റ് പറയാൻ പോകുന്ന 2 ക്രൂഷ്യൽ ക്വസ്റ്റ്യൻസ് കൂടി ആൻസർ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇഫ് യു ഡോണ്ട് ഹാവ് എനി ഫിനാൻഷ്യൽ സ്ട്രഗിൾ, family commitments, family and society pressure, location constraints, would you still want to do this every day? Question number 2, if the world ends in 1 month, would you want to do this thing every single day? നിങ്ങളുടെ ഇക്കിഗ കാൻഡിഡേറ്റ്സിൽ ഈ 2 ചോദ്യങ്ങൾക്കും എസ് ആർക്കാണ് കിട്ടിയത് എന്ന് നോക്കുക. ഇതുവരെ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റി ഫൈനൽ ആയിട്ട് എസ് എന്നൊരു ആൻസറും കിട്ടിയെങ്കിലും കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. യു ഹാവ് ഫൗണ്ട് യുവർ ഇക്കിഗ. ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്താലും ചിലപ്പോൾ കുറെ ഡൗട്ട്സ് വരാം. 4 സെക്ഷനൊക്കെ ഫിൽ ചെയ്തു, അതിലുള്ള കോമൺ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിച്ചതൊക്കെ കൊള്ളാം, ഇതൊക്കെ പേപ്പറിൽ ഇങ്ങനെ എഴുതി ഫിഗർ ഔട്ട് ചെയ്യാൻ ഈസിയാണ്. അതുപോലെ യാതൊരുവിധ ഫിനാൻഷ്യലും ഫാമിലി കൺസ്ട്രെയിൻസും ഇല്ലാത്ത സിറ്റുവേഷൻ, പിന്നെ 1 മന്തിൽ വേൾഡ് എൻഡ് ചെയ്യുന്ന പാർട്ടൊക്കെ ഇമാജിൻ ചെയ്യാൻ കൊള്ളാമെങ്കിലും പ്രാക്ടിക്കലി ഇതൊക്കെ വല്ലതും നടക്കുമോ?
ശരിയാണ്. ഇനി നമുക്ക് ഇമാജിനേഷൻ ഒക്കെ വിട്ടിട്ട് പ്രാക്ടിക്കൽ തിങ്സിലോട്ട് വരാം. ഐ ബിലീവ് വാട്ട് ഡു യു ലവ് ആൻഡ് വാട്ട് യു ആർ ഗുഡ് അറ്റ് ഒക്കെ ഫിഗർ ഔട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ആളുകൾക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ പ്രോബ്ലം വരുന്ന ഒരു മെയിൻ പാർട്ടാണ് മണി. അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് പാർട്ട്. പാർട്ട് 4 ഹൗ ടു ടാക്കിൾ ദ മണി പ്രോബ്ലം. മിക്കവർക്കും അവരുടെ പാഷനും പർപ്പസും ഒക്കെ കണ്ടെത്താനായിട്ട് സാധിച്ചാലും അത് ഫോളോ ചെയ്യാൻ തടസ്സം നിൽക്കുന്നതാണ് മണി. ഇൻകം പാർട്ട് ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് ഒന്നും അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും ലൈഫ് ഓടിച്ചു പോകാനായിട്ട് കാശ് വേണമല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഇക്കിഗൈ എന്താണ് എന്ന് കണ്ടെത്തിയാലും ഓടിപ്പോയിട്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി ഉപേക്ഷിച്ച് ഒന്നുമില്ലാത്തയിടത്ത് നിന്നും ചിലപ്പോൾ തുടങ്ങാനായിട്ട് പറ്റിയേക്കില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഇക്കിഗൈ എന്താണ് എന്ന് കണ്ടുപിടിച്ചല്ലോ. ഇനി പതുക്കെ മണി പ്രോബ്ലം എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ്. നമ്പർ 1, സ്റ്റാർട്ട് സ്മോൾ. ഇപ്പോഴുള്ള ജോലി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സൈഡ് ഹസിൽ ആയിട്ടോ ഓർ ഒരു വീക്കെൻഡ് പ്രോജക്റ്റ് ആയിട്ടോ ഒക്കെ ചെയ്ത് തുടങ്ങുക. നമ്പർ 2, ടെസ്റ്റ് ബിഫോർ ക്വിറ്റിംഗ് യുവർ ജോബ്. ഓടിപ്പോയി ഉള്ള ജോബ് ക്വിറ്റ് ചെയ്തിട്ട് പുതിയതായിട്ട് ഒരു കാര്യം ട്രൈ ചെയ്തു, അതെങ്ങാനും സക്സസ് ആയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഫൈനാൻഷ്യൽ സ്ട്രെസ് ഒക്കെ ഒഴിവാക്കാൻ നിങ്ങളുടെ ഇനിഷ്യേറ്റീവ് പല സ്റ്റേജസിലായിട്ട് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് അത് സക്സസ് ആവുന്നതിനനുസരിച്ചിട്ട് ഇപ്പോഴുള്ള ജോബ് ക്വിറ്റ് ചെയ്യാം. നമ്പർ 3, ടേക്ക് ഫാമിലി സപ്പോർട്ട് ഇഫ് പോസിബിൾ. എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല, ബട്ട് ഇഫ് പോസിബിൾ either പാരന്റ്സ് ഓർ സ്പൗസിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് എടുത്ത് പുതിയ കാര്യം ട്രൈ ചെയ്ത് നോക്കുക. ആ ടൈമിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടിന് ഫാമിലി മെമ്പേഴ്സിനെ ഡിപെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് ഒരു ഓപ്ഷൻ ആണ്. ഓരോരുത്തരുടെയും ഫാമിലി സിറ്റുവേഷൻ ഡിഫറെന്റ് ആയിരിക്കും, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഡിഫറെന്റ് ആയിരിക്കും, അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ വഴികൾ ഡിഫറെന്റ് ആയിരിക്കും. സോ സ്പെസിഫിക് ആയിട്ട് സൊല്യൂഷൻസ് പറഞ്ഞു തരാനായിട്ട് പാടാണെങ്കിലും ഈ പറഞ്ഞ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന പോലത്തെയോ ഓർ ഇതിൽ നിന്നും ഐഡിയാസ് എടുത്തിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടും ട്രൈ ചെയ്ത് മണി പ്രോബ്ലം നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാവുന്നതാണ്. ഓർക്കുക, മണി ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് ആ ഒരു ഫാക്ടറിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഡെസിഷൻസ് എടുക്കാതിരിക്കുക. പാഷൻ ഫോളോ ചെയ്ത് സക്സസ് ആകാൻ കുറച്ച് ടൈം എടുക്കും. പേഷ്യൻസ് ആയിട്ട് ഇരിക്കുക, ഓൾസോ ഹോപ്പും വിടാതെ ട്രൈ ചെയ്യുക. ഈ വീഡിയോയിൽ ഇനി ലാസ്റ്റ് ഒരു പാർട്ട് കൂടിയുണ്ട്. അതാണ് പാർട്ട് 5, മിത്സ് അബൌട്ട് ഫൈൻഡിങ് യുവർ ഇക്കിഗൈ. ഇക്കിഗൈനെ ചുറ്റിപ്പറ്റി കുറച്ച് മിത്സ് കൂടിയുണ്ട്. ഇതിനെ കുറിച്ച് അറിയുന്നത് ചിലപ്പോൾ ഈ ഒരു ജേർണിയിൽ വഴിമുട്ടി നിൽക്കാതെ അധികം ദൂരം സഞ്ചരിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മിത്ത് നമ്പർ 1, യു ക്യാൻ ഫൈൻഡ് യുവർ ഇക്കിഗൈ ഇൻ 1 വീക്കെൻഡ്. നോപ്പ്. ഇക്കിഗൈ എന്നത് ഒരു വീക്കെൻഡ് ഇരുന്ന് ഈ ഒരു വർക്ക്ഷീറ്റ് ചെയ്യുന്നത് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇറ്റ്സ് സംതിങ് യു ഡിസ്കവർ ബൈ ലിവിംഗ്, എക്സ്പെരിമെന്റിംഗ് ആൻഡ് റിഫ്ലക്ടിംഗ്. സോ ക്ഷമയോടുകൂടി ഇരിക്കുക, നിങ്ങളുടെ കണ്ടെത്തലുകൾ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, ഫെയിൽ ആയാലും ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുക. മിത്ത് നമ്പർ 2, യുവർ ഇക്കിഗൈ ഹാസ് ടു ബി യുവർ ഫുൾ ടൈം ജോബ്. ഇക്കിഗൈ എന്നത് എപ്പോഴും ഒരു ഫുൾ ടൈം ജോബ് ആയിരിക്കണമെന്നില്ല. ചിലർക്ക് അവരുടെ ഇക്കിഗൈ അവർ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന പാഷൻ പ്രോജക്റ്റ് ആയിരിക്കും. അതിലൂടെ ലൈഫിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ എൻജോയ് ചെയ്യുന്നു എന്നതൊക്കെയാണ് കാര്യം. മിത്ത് നമ്പർ 3, യു ഓൺലി ഹാവ് 1 ഇക്കിഗൈ. മിക്കവരും സ്റ്റക്ക് ആവുന്നത് ഈ ഒരു കാര്യത്തിലായിരിക്കും. എന്റെ ആ ഒരു ഇക്കിഗൈ എന്താണ് എന്ന് ആലോചിച്ച് തന്നെ കുറെ സമയം കളയും. ആക്ച്വലി ഒന്നിലധികം ഇക്കിഗൈ ഉണ്ടാകുന്നതും നോർമലാണ്. അതുപോലെ ഇക്കിഗൈ ചേഞ്ച് ആകുന്നതും നോർമലാണ്. 20s ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ 40s നമുക്ക് ചെയ്യാനായിട്ട് തോന്നില്ല. ചിലതൊക്കെ കാലത്തിനനുസരിച്ചിട്ട് ഇവോൾവ് ആയിട്ടും വരാം. സോ ഓൾവേസ് സ്റ്റേ ഓപ്പൺ ആൻഡ് റിഫ്ലക്ട് റെഗുലർലി. മിത്ത് നമ്പർ 4, യു ആർ നോട്ട് സക്സസ്ഫുൾ അൺടിൽ യു ഹാവ് ഫൗണ്ട് യുവർ ഇക്കിഗൈ. ഇതൊരു ഡാമേജിംഗ് ആയിട്ടുള്ള മിത്താണ്. ഇക്കിഗൈ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും സക്സസ് ആകാതെ ഇരിക്കില്ല. ഇക്കിഗൈ കണ്ടെത്തുന്നത് തന്നെ ഒരു ലൈഫ് ജേർണിയാണ്. അതിനായിട്ട് ചെയ്യുന്ന ഓരോ എക്സ്പെരിമെന്റ്സും ഫോളോ ചെയ്യുന്ന വഴികളും ഓരോ സ്ട്രഗിൾസും എല്ലാം നിങ്ങളുമായിട്ട് ഇരുന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നത് പോലെയാണ്. അപ്പൊ കൺക്ലൂഷൻ എന്താ വെച്ചാൽ ഇക്കിഗൈ ഇസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഈസ് എ പാത്ത്. വർക്ക്ഷീറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും എത്ര ടൈംസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിലൂടെ എന്തെങ്കിലും ഒരു ചെറിയ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ഓർ ക്ലാരിറ്റി കിട്ടിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്സ് കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഇക്കിഗൈ കണ്ടെത്താനായിട്ട് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കണ്ടെത്തിയതിനു ശേഷം ചെറിയൊരു കമന്റ് ഇടാനും മറക്കരുത്. ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.